ഹായ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് പച്ചക്കായ വെച്ചിട്ട് ഞാനൊരു അടിപൊളി ഒരു ബജ്ജി ആട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ. ഉള്ളു കണ്ടില്ലേ, അതിൻ്റെ നല്ല ടേസ്റ്റിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഇതൊക്കെയാണ് ഞാൻ 2 പച്ചക്കായ കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചക്കായൻ്റെ ഇതൊക്കെ തൊലി നമുക്ക് ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടി ഈ 2 വശത്ത് നെട്ടി നമുക്ക് കളഞ്ഞെടുക്കണം. എന്നിട്ട് തൊലി ഇതൊക്കെ ചീന്തിയെടുക്കാൻ വേണ്ട കേട്ടോ. അപ്പോൾ അതാ പഴത്തിൻ്റെ തൊലി ചീന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പഴം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിൻ്റെ തൊലി ഒന്ന് ചീന്തിയിട്ട് എടുക്കണം. ഇനി ഇതാ പഴത്തിൻ്റെ നടുക്ക് കൂടെ നമുക്ക് ഇതുപോലെ ഇതാക്കണം, ഇങ്ങനെ മുറിച്ചെടുക്കണം. നല്ല കനം കുറച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇങ്ങനെ പഴം മുറിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ദാ നമുക്ക് പഴമൊക്കെ ഞാൻ ഇതാണ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ 2 കയ്യിൽ മൈദപ്പൊടി കേട്ടോ എടുത്തിട്ടില്ലേ. പിന്നെ ലേസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണ നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ, അതും 2 കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേസും ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പും കൂടെ ഞാൻ ചെറുതാക്കി നുറുക്കിയെടുത്താ കേട്ടോ. അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ലേസം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ലൂസിലാട്ടോ വേണ്ടത്. ഇനി ഇതാ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഓയിലാട്ടോ പാർന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ആ മാവിലോട്ട് ആ കായ ഉണ്ടല്ലോ, പച്ചക്കായ, അതും കൂടെ അതിലിട്ടിട്ട് ഇങ്ങനെ മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സൈഡായിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡും കൂടി വേവട്ടെ. അതിന് വേണ്ടി ഇതാ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മുരിഞ്ഞ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക.
അപ്പം അതാ 2 സൈഡും ആയിട്ടുണ്ട് കേട്ടോ, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പച്ചക്കായ ബജി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കട്ടോ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ ബജി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.